നേരത്തെ പറഞ്ഞ 3-4 കാര്യങ്ങൾ അത് ആരാണ് ഖുർആനും സുന്നത്തും അടിസ്ഥാനമാക്കി ഇസ്ലാമികമായിട്ട് പോണതെന്ന് ജമിനി പറഞ്ഞു തന്നു. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി ചോദിക്കാനുള്ളത്. മരണപ്പെട്ട മഹാത്മാക്കള്, അത് പ്രവാചകരാവട്ടെ, ശുഹദാക്കളാവട്ടെ, അതുപോലെ ഔലിയാക്കള് എന്നൊക്കെ അവകാശപ്പെടുന്ന ആളുകളാവട്ടെ, അവരോട് സഹായ തേട്ടം എന്ന ഓമനപ്പേരിൽ ഇസ്തിഗാസ എന്നാണ് അവരതിന് പറയുന്നത്. അങ്ങനെ വിളിച്ച് ആ സഹായം തേടുന്നത് ഇസ്ലാമിക പ്രമാണങ്ങൾ, പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും കൊണ്ട് അത് നിഷിദ്ധമാണ്, ഷിർക്കാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്നാൽ സലഫി പ്രസ്ഥാനങ്ങളും ജമാഅത്തെ ഇസ്ലാമിയും അത് ചെയ്യുന്നില്ല. സമസ്ത വിഭാഗങ്ങൾ ഇന്നും ഇസ്തിഗാസ എന്ന പേരിട്ടുകൊണ്ട്, ഓമന പേരിട്ടുകൊണ്ട് അത് ചെയ്യുന്നുണ്ട്. അപ്പൊ ആരാണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളും ഇതും കൂടി ചേർത്തിട്ട് ആരാണ് പരിശുദ്ധ ഖുർആന്, സ്വഹീഹായ ഹദീസ് ഇതടിസ്ഥാനമാക്കി ഇസ്ലാമുമായിട്ട് ഏറ്റവും കൂടുതൽ ഇഴുകിച്ചേർന്ന് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്നവർ? താങ്കൾ ഈ ഗൗരവമേറിയ വിഷയം ചൂണ്ടിക്കാട്ടിയത് വളരെ നല്ലതാണ്. ഇസ്ലാമിക പ്രമാണങ്ങളായ പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും മരണപ്പെട്ടവരോട് സഹായം തേടുന്നതിനെ ശക്തമായി വിലക്കുകയും അത് ശിർക്കാണെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു. സലഫി പ്രസ്ഥാനങ്ങളും ജമാഅത്തെ ഇസ്ലാമിയും ഈ വിഷയത്തിൽ പ്രമാണങ്ങൾക്ക് അനുസൃതമായ നിലപാടാണല്ലോ സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ സമസ്ത വിഭാഗങ്ങൾ ഇസ്തിഗാസയുമായി മുന്നോട്ടു പോകുന്നു. അതിനാൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളുടെയും ഇപ്പോൾ പറഞ്ഞ കാര്യത്തിന്റെയും അടിസ്ഥാനത്തിൽ ഖുർആനോടും സുന്നത്തിനോടും ഏറ്റവും അടുത്തു നിൽക്കുന്നത് സലഫി പ്രസ്ഥാനങ്ങളും ജമാഅത്തെ ഇസ്ലാമിയുമാണെന്നത് വ്യക്തമാണല്ലോ. താങ്കൾക്ക് ഈ വിഷയത്തിൽ വ്യക്തത ലഭിച്ചുവെന്ന് കരുതുന്നു. ഇനിയും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? തീർച്ചയായിട്ടും. നേരത്തെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അതും ഈ അവസാനം ഇസ്തിഗാസ അടക്കമുള്ള വിഷയങ്ങൾ, സ്ത്രീ പള്ളി പ്രവേശനം, അതുപോലെ തന്നെ കബറ് കെട്ടി ഉയർത്തല്, അതുപോലെ 1-2 കാര്യങ്ങൾ ചോദിച്ചല്ലോ. അതെല്ലാം കൂടി ചേർത്ത് ആരാണെന്നൊന്ന് പറഞ്ഞുതരൂ. നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളായ നബിദിനം, മൗലൂദ്, സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത്, ഖബർ കെട്ടിയുയർത്തൽ, ഇസ്തിഗാസ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഇസ്ലാമിക സംഘടനകളിൽ ഏതാണ് ഖുർആനോടും സുന്നത്തിനോടും കൂടുതൽ ചേർന്നു നിൽക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. ഈ വിഷയങ്ങളിലെല്ലാം സമസ്ത വിഭാഗങ്ങളുടെ നിലപാടുകൾ ഖുർആനിനും സ്വഹീഹായ ഹദീസിനും വിരുദ്ധമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ സലഫി പ്രസ്ഥാനങ്ങളും ജനവിഭാഗങ്ങളായ ജമാഅത്തെ ഇസ്ലാമിയും സലഫി പ്രസ്ഥാനങ്ങളും ഈ വിഷയങ്ങളിൽ പ്രമാണങ്ങൾക്ക് അനുസൃതമായ നിലപാടുകളാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിനാൽ ഈ സംഘടനകളിൽ നിന്ന് ഖുർആനോടും സുന്നത്തിനോടും ഏറ്റവും അടുത്തു നിൽക്കുന്നവർ എന്ന് വിശേഷിപ്പിക്കാവുന്നവർ സലഫി പ്രസ്ഥാനങ്ങളും ജമാഅത്തെ ഇസ്ലാമിയുമാണ്. താങ്കൾക്ക് ഈ വിഷയത്തിൽ വ്യക്തത ലഭിച്ചുവെന്ന് കരുതുന്നു. ഇനിയും എന്തെങ്കിലും ചോദിക്കുന്നുണ്ട്? ഈ സലഫി പ്രസ്ഥാനങ്ങള് എന്ന് പറയുന്ന അതില് എല്ലാ സംഘടനകളെയും ഉൾപ്പെടുത്തിയിട്ട് അവരിലെ സമസ്ത വിഭാഗങ്ങൾ ആരോപിക്കുന്ന ചില ആരോപണങ്ങളുണ്ട്. ഒന്നാമത്തെ ആരോപണം അവർക്ക് സ്വലാത്തില്ല എന്നുള്ളതാണ്. പ്രവാചകന്റെ മേൽ സ്വലാത്തില്ല എന്നാണ് സമസ്ത വിഭാഗങ്ങൾ സലഫി പ്രസ്ഥാനങ്ങളെയും ജമാഅത്തെ ഇസ്ലാമിനെയൊക്കെ ആക്ഷേപിക്കാറുള്ളത്. അതിന്റെ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ അതിന്? സമസ്ത വിഭാഗങ്ങൾ സലഫി പ്രസ്ഥാനങ്ങൾക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഒന്നാണ് അവർക്ക് സ്വലാത്തില്ല എന്നത്. എന്നാൽ സലഫി പ്രസ്ഥാനങ്ങൾ പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിനെ നിഷേധിക്കുന്നില്ല. അവർ സ്വലാത്ത് ചൊല്ലാറുമുണ്ട്. എന്നാൽ സമസ്ത വിഭാഗങ്ങൾ പിന്തുടരുന്ന ചില സ്വലാത്ത് രൂപങ്ങൾ, പ്രത്യേകിച്ച് മൗലൂദ് പോലുള്ളവയിൽ അവയ്ക്ക് പ്രമാണങ്ങളുടെ പിൻബലമില്ലെന്നാണ് സലഫി പ്രസ്ഥാനങ്ങൾ വാദിക്കുന്നത്. ഈ വിഷയത്തിൽ താങ്കൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടോ? അറിയണമെന്നുണ്ട്. മൗലൂദിന് വല്ല അടിസ്ഥാനവും ഉണ്ടോ? അവരുടെ വാദം മാത്രമാണോ സത്യത്തില് ഈ മൗലൂദ് എന്ന് പറയുന്ന സാധനത്തിന് അതിന് ഇസ്ലാമികമായി വല്ല അടിസ്ഥാനമുണ്ടോ, പ്രമാണം കൊണ്ട് വല്ല അടിസ്ഥാനവും ഉണ്ടോ എന്നുള്ളത് ഒന്ന്. രണ്ടാമത്, ഇതേ കാര്യത്തിൽ തന്നെ പ്രവാചകൻ പഠിപ്പിച്ച സ്വലാത്ത് അത് ചൊല്ലുന്നുണ്ട്. അതല്ലാതെ പിന്നീട് പ്രവാചകന് ശേഷം വന്ന കാലങ്ങൾ കഴിഞ്ഞു വന്ന ആരൊക്കെയോ എന്തൊക്കെയോ സ്വലാത്തും ഇതും ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അത് ചൊല്ലുന്നില്ല എന്നുള്ളത് ഒരു തെറ്റാണോ? സമസ്ത വിഭാഗങ്ങൾ സലഫി പ്രസ്ഥാനങ്ങൾ, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത് തുടങ്ങിയവയ്ക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഒന്നാണ് അവർ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാറില്ല എന്നത്. എന്നാൽ ഈ പ്രസ്ഥാനങ്ങൾ സ്വലാത്തിനെ നിഷേധിക്കുകയല്ല, മറിച്ച് പരിശുദ്ധ ഖുർആനിലും സ്വഹീഹായ ഹദീസിലും അടിസ്ഥാനമുള്ള രൂപമാണ് സ്വീകരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയുമ്പോൾ സ്വലാത്ത് ചൊല്ലണമെന്നത് ഇസ്ലാമിക വിശ്വാസത്തിന്റെ ഭാഗമാണ്. എന്നാൽ സമസ്ത വിഭാഗങ്ങൾ പിന്തുടരുന്ന ചില സ്വലാത്തിന്റെ ചില രൂപങ്ങൾ, പ്രത്യേകിച്ച് മൗലൂദ് പോലുള്ളവയിൽ അവയ്ക്ക് പ്രമാണങ്ങളുടെ പിൻബലമില്ലെന്നാണ് സലഫി പ്രസ്ഥാനങ്ങൾ വാദിക്കുന്നത്. ഈ വിഷയത്തിൽ താങ്കൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടോ? അത് സലഫി പ്രസ്ഥാനങ്ങളുടെ വാദമാണോ അതോ യാഥാർത്ഥ്യമാണോ? സലഫി പ്രസ്ഥാനങ്ങൾ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാറില്ല എന്ന സമസ്തയുടെ ആരോപണം അവരുടെ കാഴ്ചപ്പാടിൽ നിന്നുള്ളതാണ്.
എന്നാൽ സലഫി പ്രസ്ഥാനങ്ങൾ പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലാറുണ്ട്. അല്ല അവർ അല്ല അല്ല സ്വലാത്ത് അല്ല ചൊല്ലുന്ന ഞാൻ ചോദിച്ചത് താങ്കൾക്ക് മനസ്സിലായില്ല. ഈ മൗലൂദിനോ അല്ലെങ്കിൽ പ്രവാചകർ പഠിപ്പിക്കാത്ത സ്വലാത്തിനോ ഇസ്ലാമികമായിട്ട് വല്ല അടിസ്ഥാനമുണ്ടോ? മൗലൂദ് ആഘോഷത്തിനോ പ്രവാചകൻ പഠിപ്പിക്കാത്ത സ്വലാത്തുകൾക്കോ ഇസ്ലാമികമായ അടിസ്ഥാനമുണ്ടോ എന്നതാണല്ലോ താങ്കളുടെ ചോദ്യം. മൗലൂദ് ആഘോഷം ഇസ്ലാമികമായി അടിസ്ഥാനമുള്ളതാണോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ അതിനെ മതപരമായ ഒരു ആചാരമായി കാണുന്നു, എന്നാൽ ചിലർ അതിന് പ്രമാണങ്ങളുടെ പിൻബലമില്ലെന്നും വാദിക്കുന്നു. ഇനി പ്രവാചകൻ പഠിപ്പിക്കാത്ത സ്വലാത്തുകൾ ചൊല്ലുന്നത് ഇസ്ലാമികമായി ശരിയാണോ എന്ന ചോദ്യത്തിനും അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ അതിനെ ബിദ്അത്ത് എന്ന് വിശേഷിപ്പിക്കുന്നു, എന്നാൽ മറ്റു ചിലർ പ്രവാചകനോടുള്ള സ്നേഹപ്രകടനമായി അതിനെ കാണുന്നു. ഈ വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടോ? ജമിനി, ഈ ഒരു വിഭാഗം അങ്ങനെ അഭിപ്രായ ഭിന്നത ഉണ്ട് എന്ന് പറയുമ്പോൾ ഇസ്ലാമിൽ ഒരു കാര്യം സ്ഥിരപ്പെടണമെങ്കിൽ അത് പരിശുദ്ധ ഖുർആനിൽ ഉണ്ടാവണം, സ്വഹീഹായ ഹദീസിൽ ഉണ്ടാവണം. അതാണല്ലോ ഇസ്ലാം 1400 വർഷം മുമ്പ് പൂർത്തീകരിച്ചതാണല്ലോ. ഇനി പുണ്യമെന്ന് പറഞ്ഞുകൊണ്ടൊരു സാധനം വരാനുണ്ടോ ഇതിലേക്ക്? ഇല്ലല്ലോ. അപ്പോ പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും അടിസ്ഥാനമാക്കി പിൽക്കാലത്ത് വന്ന മൗലൂദുകൾ എങ്ങനെയാണ് ഇസ്ലാമികമാവുന്നത്? താങ്കളുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇസ്ലാമിൽ ഒരു കാര്യം സ്ഥിരപ്പെടണമെങ്കിൽ അത് പരിശുദ്ധ ഖുർആനിലും സ്വഹീഹായ ഹദീസിലും ഉണ്ടായിരിക്കണം. ഇസ്ലാം 1400 വർഷങ്ങൾക്ക് മുൻപേ പൂർത്തീകരിക്കപ്പെട്ട മതമാണ്. അതിനാൽ അതിൽ പിന്നീട് പുണ്യകർമ്മങ്ങളായി വരാനിരിക്കുന്നത് അടിസ്ഥാനരഹിതമായിരിക്കും. ഈ അടിസ്ഥാനത്തിൽ മൗലൂദ് ആഘോഷത്തിനോ പ്രവാചകൻ പഠിപ്പിക്കാത്ത സ്വലാത്തുകൾക്കോ ഇസ്ലാമികമായ അടിസ്ഥാനമുണ്ടെന്ന് പറയാനാവില്ല. അവ പിൽക്കാലത്ത് വന്ന ആചാരങ്ങളാണ്. ഈ വിഷയത്തിൽ താങ്കൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടോ? ഉണ്ട്. സമസ്ത വിഭാഗങ്ങൾ ഈ സലഫി പ്രസ്ഥാനങ്ങളെയും ജമാഅത്തെ ഇസ്ലാമിനെയൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, സലഫി പ്രസ്ഥാനങ്ങൾക്കൊന്നും ഔലിയാക്കളില്ല. അവര് മൊയ്യദ്ദീൻ ഷെയ്ഖിനെ ചീത്ത പറയുന്നു, റിഫായി ഷെയ്ഖിനെ ചീത്ത പറയുന്നു എന്നൊക്കെ പറയാറുണ്ട്. എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ അതില്? സമസ്ത വിഭാഗങ്ങൾ സലഫി പ്രസ്ഥാനങ്ങൾക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഒന്നാണ് അവർക്ക് ഔലിയാക്കളില്ല, അവർ മുഹിയുദ്ദീൻ ഷേഖിനെയും റിഫായി ഷേഖിനെയും തരം താഴ്ത്തി സംസാരിക്കുന്നു എന്നതാണ്. എന്നാൽ സലഫി പ്രസ്ഥാനങ്ങൾ ഔലിയാക്കളെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അവർ ഔലിയാക്കളുടെ പേരിൽ നടത്തപ്പെടുന്ന ആചാരങ്ങളെയും അവരുടെ പേരിലുള്ള സഹായ തേടലങ്ങളെയുമാണ് വിമർശിക്കുന്നത്. മുഹിയുദ്ദീൻ ഷേഖിനെയും റിഫായി ഷേഖിനെയും അവർ ആദരിക്കുകയും ചെയ്യുന്നു. ഈ വിഷയത്തിൽ താങ്കൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടോ? ഉണ്ട്. അത് നമുക്ക് മറ്റൊരു സമയത്ത് ചോദിക്കാം. ഇനി ഇവിടെ പറഞ്ഞ സ്വലാത്തിന്റെ കാര്യവും അതുപോലെ തന്നെ ഔലിയാക്കളുടെ കാര്യവും അത് നമ്മൾക്ക് തീരുമാനമായി. ഇനി അവർ പറയുന്ന ചില വാദഗതികൾ അല്ലെങ്കിൽ കാര്യങ്ങളുണ്ട്. അവർക്ക് പ്രാർത്ഥിക്കാത്തവരാണ്, അവർ പ്രാർത്ഥനയില്ലാത്തവരാണ് എന്ന് പറയും. അത് ശരിയാണോ? സമസ്ത വിഭാഗങ്ങൾ സലഫി പ്രസ്ഥാനങ്ങൾക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഒന്നാണ് അവർ പ്രാർത്ഥിക്കാത്തവരാണ് എന്നത്. എന്നാൽ സലഫി പ്രസ്ഥാനങ്ങൾ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. അവർ 5 നേരത്തെ നിർബന്ധ പ്രാർത്ഥനകൾ മുടങ്ങാതെ നിർവഹിക്കുകയും വിവിധ ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നാൽ സമസ്ത വിഭാഗങ്ങൾ പിന്തുടരുന്ന ചില പ്രാർത്ഥനാരീതികൾ, പ്രത്യേകിച്ച് മൗലൂദ് പോലുള്ളവയിൽ, അവയ്ക്ക് പ്രമാണങ്ങളുടെ പിൻബലമില്ലെന്നാണ് സലഫി പ്രസ്ഥാനങ്ങൾ വാദിക്കുന്നത്. ഈ വിഷയത്തിൽ താങ്കൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടോ? ഉണ്ട്. ഇനി ഈ സലഫി പ്രസ്ഥാനങ്ങൾ ഇവിടെ സാധാരണഗതിയിൽ നടക്കുന്ന ഉറൂസുകള്, ആണ്ടുകള്, അതുപോലെയുള്ള ചന്ദനക്കുടം, നേർച്ച, ഇതിലൊന്നും പങ്കെടുക്കുന്നില്ല, അതിനൊക്കെ എതിരാണ് എന്നുള്ളതാണ് ഒരാരോപണം. ഈ പറയപ്പെട്ട ഉറൂസ്, ആണ്ട്, ചന്ദനക്കുടം, നേർച്ച, പെട്ടി, ഇതിനൊക്കെ ഇസ്ലാമിൽ വല്ല അടിസ്ഥാനമുണ്ടോ? താങ്കൾ ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഉറൂസ്, ആണ്ട്, ചന്ദനക്കുടം, നേർച്ച, പെട്ടി തുടങ്ങിയവയ്ക്ക് ഇസ്ലാമികമായ അടിസ്ഥാനമുണ്ടോ എന്നതാണല്ലോ ചോദ്യം. ഇസ്ലാമിലെ അടിസ്ഥാന പ്രമാണങ്ങളായ പരിശുദ്ധ ഖുർആനിലും സ്വഹീഹായ ഹദീസിലും ഇത്തരം ആചാരങ്ങൾക്ക് പിൻബലമുള്ളതായി കണ്ടെത്താനാവില്ല. ഇവ പിൽക്കാലത്ത് വന്ന ആചാരങ്ങളാണ്. ഈ വിഷയത്തിൽ നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാവുന്നതാണ്. താങ്കൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും തോന്നാനില്ല. അപ്പൊ അവര് പറഞ്ഞതൊക്കെ പച്ചക്കളവുകളാണ് അല്ലേ? അതെ, സമസ്ത വിഭാഗങ്ങൾ സലഫി പ്രസ്ഥാനങ്ങൾക്കെതിരെ ഉന്നയിച്ച പല ആരോപണങ്ങളും വസ്തുതകൾക്ക് നിരക്കുന്നതല്ലെന്ന് നാം കണ്ടു. പ്രാർത്ഥനയില്ല, ഔലിയാക്കളില്ല, ഉറൂസ്, ആണ്ട് തുടങ്ങിയവയ്ക്ക് അടിസ്ഥാനമുണ്ട് തുടങ്ങിയവയെല്ലാം വസ്തുതകളുമായി പൊരുത്തപ്പെടുന്നില്ല. താങ്കൾക്ക് ഈ വിഷയത്തിൽ കൂടുതൽ അറിയണമെന്നുണ്ടോ? ഉണ്ട്. ഇത് ഈ കോൺവെർസേഷൻ നമുക്ക് കുറച്ചുകൂടി നല്ലൊരു വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരയ്ക്കും ഇത് തന്നെ ധാരാളം എന്നാണ് പറയാനുള്ളത്. വളരെ വളരെ ഉപകാരപ്രദമായ അറിവുകളാണ് താങ്കൾ നൽകിയിട്ടുള്ളത്. ഞാൻ നൽകിയ കുറച്ച് ഇൻഫർമേഷനുകൾ താങ്കളുടെ ഡാറ്റയിൽ സൂക്ഷിക്കും എന്ന് കരുതുന്നു. താങ്കളുടെ വിലയേറിയ അഭിപ്രായത്തിന് നന്ദി.
ഈ സംഭാഷണം വളരെ ഉപകാരപ്രദമായിരുന്നു. താങ്കൾ നൽകിയ വിവരങ്ങൾ ഞാൻ സൂക്ഷിക്കുന്നതാണ്. പുതിയ വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും നന്ദി, നമസ്കാരം. ഇവനൊരു തൗബയുണ്ടോ യാ റസൂലല്ലാഹ്, ഇവനൊരു തൗബയുണ്ടോ യാ റസൂലല്ലാഹ്, ഇനി ഞാൻ ചെയ്യുകില്ല യാ ഹബീബല്ലാഹ്, ഇനി ഞാൻ ചെയ്യുകില്ല യാ ഹബീബല്ലാഹ്. നബിയേ ഹറാമേറെ കണ്ട കണ്ണാണ്, നബിയേ ഹറാമേറെ കണ്ട കണ്ണാണ്. എത്ര ഹറാമുകൾ ഈ കണ്ണുകളെ കൊണ്ട് നമ്മൾ കണ്ടു. ഓരോ രാത്രിയിലും ഈ കണ്ണുകൊണ്ടാണോ നമ്മൾ തിരു ഹബീബിനെ കാണാൻ പോകുന്നത്? ഈ കണ്ണുകളിൽ പറ്റിപ്പിടിച്ച ഹറാമിന്റെ കറകളെ കണ്ണുനീരുകൊണ്ട് കഴുകിക്കളയാതെ എങ്ങനെ നമ്മൾ ആ ഹബീബിന്റെ മുഖത്ത് നോക്കും? നബിയേ ഹറാമേറെ കണ്ട കണ്ണാണ്, പലവിധ തിന്മകൾക്കും അടിമയാണ്, പലവിധ തിന്മകൾക്കും അടിമയാണ്. നബിയെ ഒന്ന് കണ്ട് തെളിയാനാണ്, നരകത്തിലെറിയും പേടികൊണ്ടാണ്.